കരാമ്പറമ്പ് ഹൈവേയിൽ നിന്നും കറുകുറ്റി പഞ്ചായത്ത് വഴി വരുന്ന മലയോര ഹൈവേ കരയാമ്പറമ്പ്, മൂക്കന്നൂർ, പൂതംകുറ്റി, ഏഴാറ്റുമോ, അതിരപ്പള്ളി. ആ മലയോര ഹൈവേയുടെ മൂക്കന്നൂർ പഞ്ചായത്തിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ എൻട്രൻസിൻ്റെ ഭാഗത്തോട് നിന്ന് വലത്തോട്ട് പുഞ്ചക്കണ്ടം, ആ കണ്ടത്തിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന വഴി ഉണ്ടായിരുന്നു തോടിൻ്റെ സൈഡിലൂടെ. ആ വഴി ഇല്ലാതെ കൊണ്ട് തോട്ടിലേക്ക്, അതായത് പുഴയിലേക്ക് ഇറക്കി മതിൽ കെട്ടി പണിതിരിക്കുകയാണ് ഈ വീട്ടുടമ. പാളം 2 വീടും വലിയൊരു MYGക്ക് വാടക, വലിയ ഹാളും ഉണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് വാടക കൊടുത്തിരുന്നു. വർഷങ്ങളായി ഒരുപാട് പ്രവൃത്തികൾ ഈ പുഞ്ചക്കണ്ടത്തിൽ അയാൾ ചെയ്തിട്ടുണ്ട്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പോലും ഒരു മനുഷ്യർക്ക് നടന്നു പോകാൻ പറ്റിയില്ല. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ജനം ഇവിടെ നിവസിക്കുന്നത്. ഈ റോഡിൻ്റെ 2 വശവും പാടമാണ്, പുഞ്ചക്കണ്ടം. ഈ കാണുന്ന മൂക്കന്നൂർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് വലതുവശത്ത് കാണുന്ന 2 വീടും MYGക്ക് ഹാളും മണ്ണ് അടിച്ച് പൊക്കി പുഞ്ചക്കണ്ടത്തിൻ്റെ പൊക്കത്താണ് ഇരിക്കുന്നത്. ഇത് ഇവിടുന്ന് നീക്കണം. ഇവിടെ കനാലിൻ്റെ അല്ലെങ്കിൽ തോടിലൂടെ പുഴയുടെ സൈഡിൽ നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് വലിയ പൊക്കത്തിൽ മതിലെട്ടി പൊക്കിയിരിക്കുകയാണ്. അതിൽ കടന്നു പോകാൻ പറ്റുകയില്ല. അത് എത്രയും പെട്ടെന്ന് തുറന്ന് തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ബാബു MC, മൂക്കന്നൂർ പഞ്ചായത്തിൽ എൻ്റെ വീട് മൂക്കന്നൂർ പഞ്ചായത്തിലാണ്. ബാബു MC, മുളവരിക്കൽ ഹൗസ്, മൂക്കന്നൂർ PO. ഞാൻ ഒരു ലോട്ടറി തൊഴിലാളിയാണ്, ലോട്ടറി വിൽപ്പനക്കാരനാണ്. വേറെ 4 ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തിരുന്നത് എംപ്ലോയ്മെൻറ്റ് വഴി. ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു. മൂക്കന്നൂർ പഞ്ചായത്തിൻ്റെ ആരംഭ സ്ഥലമായ ഈ വലതു ഭാഗം ജനങ്ങൾക്ക് നടന്നു പോകാമെന്ന്. എൻ്റെ അപ്പൂപ്പന് പണ്ട് കണ്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് ഇതിൽ നടന്ന് ചുവന്നു വിട്ടു, കറ്റ ചുവന്നു കൊണ്ടുവന്ന് ഇതിലെ കയറിക്കൊണ്ടിരുന്നത്. ആ കറ്റ ചുവന്നുകൊണ്ട് നടന്നു പോകാനോ ഈ വഴിക്ക് വഴിയില്ല. ഈ തോട്ടിലേക്ക് ഇറക്കി മതിൽ കെട്ടിയിരിക്കുകയാണ് ഈ മതിലുടമ, ഈ വീടുടമ. എത്രയും പെട്ടെന്ന് സ്ഥല MLAയോ ഈ 2 പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരോ രാഷ്ട്രീയക്കാരോ ഇടപെട്ടുകൊണ്ട് ഇത് പൊളിച്ചു നീക്കി ജനങ്ങൾക്ക് നടക്കാവുന്ന കണ്ടീഷനോടെ വരുത്തി തീർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒട്ടും ഇറക്കിയിടാതെ കൊണ്ട് മതിൽ കയറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ ചെന്നാലും മെയിൻ റോഡിൽ നിന്നും ഇത്ര ഇറക്കിയിട്ട് വേണം മതിൽ പണിയാനായിട്ട്. ഇതൊന്നും കൂട്ടാക്കാതെ കൊണ്ട് ആള് മതിൽ കയറ്റിയിട്ടാണ് റോഡിലേക്ക് കയറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മതിലിൻ്റെ വഴികളിലെല്ലാം സത്യമായി കാണാൻ പറ്റും. കാണുമ്പോൾ ആ അറ്റം വരെ പിടിച്ചോളും. ഉണ്ടായിരുന്നു. ഇതിൽ വീതി വരകുമ്പോൾ നല്ലതുണ്ടായിരുന്നതാ. വെറും കണ്ടമായിരുന്നു ഇതെല്ലാം, പുഞ്ചക്കണ്ടം. ഒരു വീടിന് നമ്പർ കിട്ടിയില്ല, ഒരു നമ്പർ കിട്ടിയതാണ്. ഇതൊക്കെ ഇതാക്കി തേങ്ങാണിപ്പ ഫുള്ളായിട്ട്. ഇതെല്ലാം ഈ വലതുവശത്താണ് കണ്ടം പോലെ തന്നെയായിരുന്നു ഈ കണ്ടം. പുഞ്ചക്കണ്ടം എന്ന് പറയും, പുഞ്ചക്കണ്ടം. ഒരു കൃഷി ചെയ്യാൻ പറ്റുള്ളൂ പുഞ്ചക്കണ്ടം. വെള്ളം വന്ന് അടിഞ്ഞ് ഇത് പൊങ്ങും. കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ വീട്ടിലൊക്കെ വെള്ളം മോളിൽ കയറി. ഒരു ചെറിയ വെൽഡിങ് വർക്ക്ഷോപ്പായിട്ടിവിടെ വന്നവനാ. ഇപ്പൊ വലിയ ഇത് തുടങ്ങിയാണ്ട, അവൻ്റെ വീടിക്കണ്ട വലിയ ഇഷ്ടികൾ പണിത് വലിയ വിലക്ക് വിൽക്കുന്ന ഇതാണ് കാണുന്നത്. ഇഷ്ടികൾ പണിത് വലിയ വിലക്ക് വിൽക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കമ്പി ഇവിടെ ഉണ്ടായിരുന്നു. കമ്പി വലിച്ചെട്ടിക്കുന്നത് ബോർഡൊക്കെ ആയിട്ട് നൽകുന്നു. ഭയങ്കരതാ സ്റ്റേ വയർ. ഈ എൻ്റെ ഒക്കെ കണ്ട ഇവിടെ കോട്ടിയിട്ട് കയറ്റിയാണ്. കണ്ടാ ഇവിടെ കുറച്ച് ഇതുണ്ട്, അപ്പുറത്ത് കുറച്ച് ഇത് കയറ്റിയാണ്. MYGക്ക് കൊടുത്താണ്. അപ്പുറത്ത് ഇതിന്റെ ബാക്ക് വശം ഇതിന്റെ ബാക്ക് വശം ഒന്ന് കാണുക, അപ്പൊ കൃത്യമായി. ബാ ചെയ്ത പുഞ്ചക്കണ്ടമായിരുന്നതൊക്കെ പുഞ്ചക്കണ്ടം മണ്ണടിച്ച് പൊക്കി ക്ലീൻ ചെയ്തേക്കുന്ന കാണണേ. വാടകയ്ക്ക് കൊടുത്തേക്കണം MYGക്ക്. വലിയ മൊയ്ത പുഞ്ചക്കണ്ടം എന്ന്. ഇതല്ല അവന്റെ വീടിന്റെ ബാക്ക് വശം പുഞ്ചക്കണ്ടം. അവൻ ഇറക്കി മണ്ണടിച്ച് ഇറക്കി കെട്ടി ഇതൊക്കെ കാണാനൊക്കെ. ആ തെങ്ങ് അക്കവും വെച്ച് പിടിപ്പിച്ചതാണ്. ഈ പുഞ്ചക്കണ്ടത്തിൽ മണ്ണടിച്ച് പൊക്കിക്കൊണ്ട് ഒരുപാട് കുഴിയാണ് ഈ പ്രദേശം. പ്രകൃതിയുടെ ഏറ്റവും ഭംഗിയുള്ള ഏരിയ ആയിരുന്നു. അവിടെ
ആർക്കും വേണ്ടാത്ത വിധത്തിൽ, ഒരു മനുഷ്യന് പോലും വരാൻ പറ്റാത്ത വിധത്തിൽ അവൻ മണ്ണടിച്ച് പൊക്കി വലിയ ബിൽഡിംഗ് പണിത് വേസ്റ്റ് തള്ളി ഒക്കെയാണ് ജീവിക്കുന്നത്. അങ്ങേയറ്റം പ്രതികരിക്കാനായിട്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് കാണുന്നവർക്കറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പണ്ട് എൻ്റെ അപ്പൂപ്പൻ അവിടെ കണ്ടുകൊണ്ടായിരുന്നതാ. ഇതല്ലേ നടന്നു പോകുന്ന വഴി, ആ തോടിന്റെ സൈഡ് നടന്നു പോകുന്ന വഴിയായിരുന്നു. ആ വഴി പോലും ഇല്ലാണ്ടാക്കി. അങ്ങേറ്റ വിഷമമുണ്ട് കാര്യങ്ങളിൽ. ഇത് ഇവിടുത്തെ MLA യോ MP യോ അല്ലെങ്കിൽ 2 പഞ്ചായത്ത് മെമ്പർമാർ പ്രസിഡന്റുമാരും, കറൂർ പഞ്ചായത്ത് പ്രസിഡന്റോ മുക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റോ ഇടപെട്ടുകൊണ്ട് നീക്കുപോക്കാക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഞാൻ കോടതി പോകും. സാമൂഹ്യ ക്ഷേമ വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കും. അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്.